ഗ്രാമത്തിലെ സ്വർണ്ണപ്പണിക്കാരനായ ഭാസ്കരൻ തന്റെ അയൽക്കാരനും ജ്യോതിഷിയുമായ പണിക്കരുടെ മകൾ സ്നേഹലതയുമായി പ്രണയത്തിലാകുന്നു. എന്നാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ധനികനെ തന്റെ മകൾ വിവാഹം ചെയ്യാൻ പണിക്കർ ആഗ്രഹിക്കുന്നു. ഭാസ്കരൻ സ്നേഹലതയോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ഭാസ്കരന്റെ പ്രണയത്തിന്റെ പ്രതീകമായും പിതാവിനെ ആകർഷിക്കാനുമായി സ്നേഹലത 10 പവന്റെ സ്വർണ്ണമാല ആവശ്യപ്പെടുന്നു. 10 പവൻ, ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതിൻ പ്രകാരം ഭാസ്കരൻ മാല ഉണ്ടാക്കി നൽകുന്നു. എന്നാൽ ഇതറിഞ്ഞ പണിക്കർ ദേഷ്യപ്പെടുകയും ആ മാല താൻ തന്റെ മകൾക്ക് വിവാഹ സമ്മാനമായി പണിയിച്ചതാണെന്ന് നാട്ടുകാരോട് വലിയ കാര്യത്തിൽ പറയുകയും ചെയ്യുന്നു. പണിക്കർ സ്നേഹലതയുടെ വിവാഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന പവിത്രനുമായി ഉറപ്പിക്കുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ ശുഭിതനായ ഭാസ്കരൻ പണിക്കരുടെ വീട്ടിലെത്തി തങ്ങൾ സ്നേഹത്തിലായിരുന്നുവെന്നും താൻ നൽകിയ മാലയാണെന്നും അവകാശപ്പെടുന്നു. പണിക്കരുടെ വീട്ടിൽ ഒരു ചൂടേറിയ തർക്കം ഉടലെടുക്കുന്നു. ഭാസ്കരനുമായുള്ള പ്രണയം സ്നേഹലത നിഷേധിക്കുന്നു. സ്വർണ്ണമാല തിരികെ നൽകാൻ പണിക്കരും വിസമ്മതിക്കുന്നു. മാല നൽകിയെന്ന പരാമർശം വീട്ടുകാർ നിഷേധിക്കുന്നു. നാട് മൊത്തം ഇത് പാട്ടായതോടെ ഭാസ്കരൻ അവർക്കിടയിൽ ഒരു വിഡ്ഢിയായി മാറുന്നു. ഒരു ഉറപ്പുമില്ലാതെ 10 പവന്റെ മാല ഒരു പെണ്ണിന് കൊടുത്ത ഇവൻ ഒരു മണ്ടനാണെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം പറയുന്നു. അങ്ങനെ സ്നേഹലതയുടെ കല്യാണം കഴിയുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയാകുന്നു. പവിത്രൻ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി നേരെ ഗൾഫിലേക്ക് മടങ്ങുന്നു. അപമാനങ്ങൾക്കൊടുവിൽ ഭാസ്കരൻ കവലയിൽ ഒരു ചെറിയ സ്വർണ്ണക്കട തുടങ്ങുന്നു. അബൂബക്കറിന്റെ ഇടിഞ്ഞു പൊളിയാറായ ചായക്കടയുടെ 2ാം നിലയിൽ നൃത്തം പഠിപ്പിക്കുന്ന പാർവതി ടീച്ചറുമായി ഭാസ്കരൻ അടുപ്പത്തിലാകുന്നു. അവളുടെ അച്ഛന്റെ ചികിത്സയ്ക്കായി പണം ഹാജിയാറിൽ നിന്നും അവൻ വാങ്ങി നൽകുന്നു. പവിത്രൻ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നു. അവിടെ അവൻ ഡ്രൈവർ ജോലിയായിരുന്നുവെന്നും ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും സ്നേഹലത അറിയുന്നു. പവിത്രന്റെ കുഞ്ഞിന്റെ കാതുകുത്താൻ ഭാസ്കരനെ ക്ഷണിക്കുന്നു. എങ്കിലും സ്നേഹലതയും കുടുംബവും അയാളെ അപമാനിച്ചു വിടുന്നു. ഇവൻ കാതുകുത്തിയാൽ കുട്ടിയുടെ കാത് പഴുക്കുമെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് ഭാസ്കരന്റെ ഹൃദയം തകർന്നുപോയി. അവർ പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ കാത് കുത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിന്റെയും കാത് പഴുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുന്നത് തട്ടാനുള്ള നെഞ്ചില്ല, ചോര പൊടിയുന്നത് അവന്റെ മനസ്സിലാ. അവർക്കറിയില്ല. നാട്ടിലൊരു ലോറി വാങ്ങിക്കാനുള്ള ഫണ്ടിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് സ്നേഹലത. അച്ഛൻ തന്നാണ് 10 പവനാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആ മാലയെക്കുറിച്ച് പവിത്രൻ ഓർമ്മ വന്നത്. പിന്നീട് മറ്റൊന്ന് വാങ്ങിച്ചു തരാമെന്ന വാഗ്ദാനത്തിൽ അത് വിൽക്കാനായി പവിത്രൻ ഭാസ്കരന്റെ സമീപം എത്തുന്നു. എന്നാൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് ഭാസ്കരൻ അത് മുക്കുപണ്ടമാണെന്ന് വിളിച്ചു പറയുന്നു. ഇവിടെ വേണമെങ്കിലും പോയി പരിശോധിക്കാമെന്നും പറയുന്നു. എന്നാൽ ഇതറിഞ്ഞ ശുഭിതനായ പവിത്രൻ സ്നേഹലതയും കൊണ്ട് പണിക്കരുടെ വീട്ടിലെത്തുന്നു. പ്രശ്നം പറഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സ്നേഹലത ആ മാല ഭാസ്കരൻ തന്നതാണെന്ന് സത്യം വിളിച്ചു പറയുന്നു. ഇതോടെ അവരുടെ പ്രണയം പുറത്തു വരുന്നു. തന്നെ ചതിച്ചത് ആരാണെന്ന് പവിത്രൻ ചോദിക്കുമ്പോൾ പണിക്കർ ഭാസ്കരന്റെ പേര് പറയുന്നു. അങ്ങനെ പവിത്രനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഭാസ്കരൻ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയാകുന്നു. വഴക്കിനിടയിൽ ഹാജിയാർക്ക് പരിക്കേൽക്കുന്നു. ഇത് പാപ്പി എന്നൊരാൾ ഹാജിയാരുടെ ഭാര്യയെ അറിയിക്കുന്നു. സ്ഥലത്തെത്തിയ ഹാജിയാരുടെ ഭാര്യയെ കണ്ട് എല്ലാവരും നിശ്ചലരാകുന്നു. ഹാജിയാരുടെ ഭാര്യയെ അയാൾ ഇതുവരെ ആർക്കും കാണിച്ചിരുന്നില്ല. ആദ്യമായാണ് നാട്ടുകാർ അവരെ കാണുന്നത്. ചെമ്പ് സ്വർണ്ണമാക്കുന്ന ആശയം അച്ഛനിൽ നിന്നാണ് പഠിച്ചതെന്ന് ഭാസ്കരൻ തുറന്നു പറയുന്നു. അങ്ങനെ വഴക്ക് അവസാനിപ്പിച്ച് പവിത്രൻ സ്നേഹലതയും കുഞ്ഞുമായി മടങ്ങുന്നു. ഭാസ്കരൻ നൃത്താധ്യാപികയായ പാർവതിയിൽ തന്റെ യഥാർത്ഥ പ്രണയം കണ്ടെത്തിയെന്നും അവളാണ് യഥാർത്ഥ സ്വർണ്ണമെന്നും സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇതാണ് സ്വർണം, ഒരു പണത്തൂക്കം ചെമ്പില്ലാത്ത തനിത്തങ്കം.